പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഒരല്പ കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് വൃദ്ധസദനങ്ങൾ കുമില് പൊന്തും പോലെ നാട്ടിൽ പൊന്തിക്കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരുപാട് വീടുകളിലൂടെ നമ്മൾ കാണുന്നു മാതാവിനെ ഉപദ്രവിക്കുന്നു, പിതാവിനെ ഉപദ്രവിക്കുന്നു? അല്ലെ, അക്ഷരാർത്ഥത്തിൽ കേരളത്തെക്കുറിച്ച് പറയാറുണ്ട്, ശാശ്വത കേരളം, ഭയങ്കരം അല്ലെ, ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഇങ്ങനെ ഒരുപാട് കമൻറ്റ് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഈ വീഡിയോകളൊക്കെ കാണുമ്പോൾ നമ്മൾ ചെകുത്താൻ്റെ നാടാണോ നമ്മളുടെ നാടെന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട്. ദൈവത്തിൻ്റെ നാടല്ല, മറിച്ച് ചെകുത്താൻ്റെ നാടാണോ എന്ന് തോന്നിപ്പോകാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ട് വൃദ്ധകളെ അടിക്കുന്നു, പ്രായമായവരെ ഉപദ്രവിക്കുന്നു? അങ്ങനെയുള്ള കാഴ്ചകൾ നമ്മൾ നിരവധി കണ്ടുകൊണ്ടും നമുക്ക് മാനസികമായി നമ്മളെ തന്നെ തളർത്തി കളയുന്നു. അങ്ങനെയുള്ള കാഴ്ചകൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? എവിടെയാണ് ഒരു കുട്ടിയെ വളർത്തിയെടുക്കുന്നിടത്ത് നമുക്ക് പേച്ചു പോയത്? എവിടെയാണ് നമ്മൾ പാരൻറ്റിങ് തുടങ്ങേണ്ടത്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലേ, അടിക്കുക മാത്രമല്ല, ഒരു കുട്ടിയെ ഈ അടുത്ത് കേട്ട ഒരു സംഭവം, ഇത് മാത്രമല്ല, ഈ അടുത്ത് കേട്ട ഒരു സംഭവം, ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, ഒരു ആൺകുട്ടി മാത്രം അദ്ദേഹത്തിന്, എന്നിട്ട് നല്ല രീതിയിൽ പഠിപ്പിച്ച് വളർത്തിയെടുത്തു. പുറത്തൊക്കെ വിട്ടാൽ കുട്ടി മോശമാകുമെന്ന് കരുതി സ്വന്തമായി ഫ്ലാറ്റിൽ നല്ല രീതിയിൽ വളർത്തിയെടുത്ത് വലിയ ആളാക്കി, നല്ല വിദ്യാഭ്യാസം നൽകി, നല്ല ജോലിയൊക്കെ കിട്ടി. പിന്നീട് സംഭവിച്ചതെന്താ? ആ പിതാവിൻ്റെ കാല് തല്ലി ഓടിച്ചു. അവൻ അക്രൂരനായ മനുഷ്യനായി മാറി. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? വിദ്യാഭ്യാസം കൊടുത്തില്ലേ, പറഞ്ഞു കൊടുത്തില്ലേ, വിദ്യാഭ്യാസം കൊടുത്തില്ലേ, സമ്പത്ത് കൊടുത്തില്ലേ, അവർക്ക് വേണ്ട വസ്ത്രവും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു, വാഹനം വാങ്ങിക്കൊടുത്തു, വസ്ത്രമായി. പക്ഷേ എവിടെയാണ് പേച്ചത്? എവിടെയോ ഒരു പിഴവ്, ഒരു പ്രശ്നം എവിടെയോ ഉണ്ട്. അതുപോലെ ഒരുപാട് വീടുകൾ നമ്മൾ കാണാറുണ്ട്. മാതാവിനെ ഉപദ്രവിക്കുന്നത്, പിതാവിനെ ഉപദ്രവിക്കുന്നത്, വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നത്. ഗൾഫിൽ ലോകത്ത് കഷ്ടപ്പെട്ട് ഒരുപാട് സമ്പാദിച്ച് ലാസ്റ്റ് വീട്ടിൽ പോയി ചെന്നപ്പോൾ മക്കൾക്കും വേണ്ട, ഭാര്യയ്ക്കും വേണ്ട, ആർക്കും വേണ്ട. എന്തുകൊണ്ടാണ് അങ്ങനെ? എവിടെയാണ് പിഴവ് സംഭവിച്ചത്? മക്കളെ വളർത്തിയെടുക്കുന്നിടത്ത് എവിടെയാണ് സ്നേഹം നമ്മൾ കൊടുക്കാത്ത പോയത്? എവിടെയാണ് സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്കറിയാതെ പോയത്? നമുക്കൊരു ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയൊരു അറിവ് നമുക്ക് മനസ്സിലാക്കാം. അതിലൂടെ നല്ലൊരു മക്കളെ വളർത്തിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. എവിടെയാണ് പാരൻറ്റിങ് തുടങ്ങേണ്ടത്? വലിയൊരു വിഷയം തന്നെയാണത്. പാരൻറ്റിങ് എവിടെ വെച്ച് തുടങ്ങണം? കുട്ടി ജനിച്ചത് മുതലാണോ? കുട്ടിക്ക് 5 വയസ്സായത് മുതലാണോ? 3 വയസ്സായ കുട്ടിയൊക്കെ ഉക്കത്തിട്ടിട്ട് ഭക്ഷണം കൊടുത്താലേ ഇറങ്ങും. ഭയങ്കരമായ സ്നേഹമാണ് കുട്ടിയോട്. അതാണോ സ്നേഹം? അങ്ങനെയാണോ നമ്മൾ ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്? അല്ല. ചില സ്ഥലത്ത് നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. 3 വയസ്സായ കുട്ടിയെ ഒരിക്കലും തട്ടിയെടുത്ത് അമ്പിളി മാമനെ കാണിച്ച് ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. മറിച്ച് കുട്ടിക്കറിയാം എന്ത് കിട്ടിയാലും വായിലേക്ക് ഇടുന്ന ഒരു പ്രായമുണ്ടല്ലോ, 1 വയസ്സൊക്കെ ആകുമ്പോൾ. അപ്പോൾ കുട്ടിക്കറിയാം അങ്ങനെ കഴിക്കാനാകുന്ന സമയത്ത് തന്നെ ഭക്ഷണം നമ്മൾ പ്ലേറ്റിൽ നൽകി കുട്ടിയെ കഴിപ്പിക്കാം. നമുക്ക് തുടങ്ങാം 1 മുതൽ. എവിടെ വെച്ചാണ് നമ്മൾ തുടങ്ങേണ്ടത്? എങ്ങനെയാണ് നമ്മൾ പാരൻറ്റിങ് ആരംഭിക്കേണ്ടത്? നമ്മൾക്ക് അറിയാം 2 വിധം ബന്ധങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ കുടുംബം, മാതാവ്, പിതാവ്, മക്കൾ, ഇങ്ങനെയായി. രണ്ടാമത്തെ ഒരു ബന്ധം പിന്നീട് കടന്നു വരുന്നത് ഇണയിലൂടെയുള്ള ബന്ധം. നമ്മളൊരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് അവളുടെ കുടുംബം, എങ്ങനെയാണ് സ്വഭാവം, അവരെങ്ങനെയാണ് പാരമ്പര്യമായിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് വിവാഹം നടക്കാറുണ്ട്. സമ്പത്ത് കൊണ്ട് നടക്കാറുണ്ട്, സൗന്ദര്യം കൊണ്ട് നടക്കാറുണ്ട്, നല്ല കുടുംബമായതിൻ്റെ പേരിൽ നടക്കാറുണ്ട്. അങ്ങനെ നമ്മളവിടെ തിരഞ്ഞെടുക്കേണ്ടത് നല്ല കുടുംബമാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നല്ലൊരു കുടുംബത്തിൽപ്പെട്ട കുട്ടി എന്തുകൊണ്ട് അങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നു? ഇനിയുള്ള നമ്മുടെ പാരമ്പര്യം നിലനിൽക്കുന്നത് അതിലൂടെയാണ്. ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു, അവളിലൂടെ നമുക്ക് മക്കളുണ്ടായി, നമുക്ക് നല്ല മക്കളുണ്ടാവണം. നമ്മൾ വാർദ്ധക്യത്തിൽ നോക്കണം, താങ്ങും തണലുമായി മാറണം. വെറും ശാരീരികമായ ഒരു ബന്ധം മാത്രമല്ല ഭാര്യാഭർത്ത ബന്ധം, വെറും സെക്സ് മാത്രമല്ല ഭാര്യാഭർത്ത ബന്ധം. അതിലൂടെ അവൾക്ക് കുട്ടികളുണ്ടാകുന്നു, നമുക്ക് കുട്ടികളുണ്ടാകുന്നു. ആ കുട്ടിയെ നമ്മൾ വളർത്തിയെടുക്കുന്നു. ഏറ്റവും കൂടുതൽ വളർത്തിയെടുക്കുന്നിടത്ത് പോലും ആർക്കാണ് കൂടുതൽ പങ്ക്? ആ മാതാവിനാണ്. അവരാണ് കൂടുതൽ സമയം വീട്ടിലുണ്ടാകുന്നത്, അവരാണ് വളർത്തിയെടുക്കുന്നത്. 5ഉം 6ഉം വയസ്സുള്ള മാതാവിൻ്റെ ആ ഇത് വിട്ട്, തട്ടത്തിൻ്റെ തല്ല് വിട്ട് അവർ പോകില്ല. ആ ചുറ്റുവട്ടത്തിലാണ് മാതാവിനെ കണ്ടാണ് അവൾ വളരുന്നത്. മാതാവിൻ്റെ സ്വഭാവമാണ് അവർ ഒപ്പിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പഠിച്ച ആളുകൾ പറയുന്നത് എന്താ? ഒരു പെൺകുട്ടിയെ നല്ല രീതിയിൽ വളർത്തിയെടുത്താൽ ഒരു സമൂഹത്തെ നിങ്ങൾ വളർത്തിയെടുത്തു. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഒരു കുട്ടിയെ മാത്രം വളർത്തിയെടുത്താൽ എന്തുകൊണ്ടൊരു സമൂഹം വളർത്തിയെടുക്കുന്നു? ആ കുട്ടിക്ക് കിട്ടുന്ന നോളജും ആ കുട്ടി നല്ല രീതിയിൽ വളർന്നു വരുമ്പോൾ ആ കുട്ടി പിന്നീട് കല്യാണം കഴിച്ച് പോവുകയാണ്. പിന്നീട് അതിലൂടെ പാരമ്പര്യമായി കുട്ടികളുണ്ടാവുകയാണ്. അപ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് എന്താവും? ക്വാളിറ്റി കൂടിയ കുട്ടികളുണ്ടാവും, നല്ല സ്വഭാവമുള്ള കുട്ടികളുണ്ടാവും, നല്ല രീതിയിലുള്ള കുട്ടികൾ വളരും ആ കുടുംബത്തിൽ. കാരണം ആ മാതാവിൻ്റെ പവറാണ്. ആ മാതാവിന് നൽകപ്പെട്ട വിദ്യാഭ്യാസവും നൽകപ്പെട്ട അറിവും കഴിവും അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ കുട്ടിയെ വളർത്തിയെടുക്കുന്നത്. ആ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനുള്ള കാരണം എന്താ? അവരുടെ അറിവാണ്. അവരെ നല്ല രീതിയിൽ വളർത്തിയെടുത്തിട്ടുണ്ട്.
അതുപോലെ നമുക്ക് ഓരോ കുട്ടികളെയും, ആണാകട്ടെ പെണ്ണാകട്ടെ, നിങ്ങൾക്കുള്ളത് ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, ചെറിയാനിയനുള്ളവരുണ്ടാകാം, മാതാവ് കുട്ടികളില്ലാത്തവരും ഉണ്ടാകാം, അങ്ങനെ കുട്ടികളും നമുക്ക് നൽകപ്പെടാം. ഇത് പ്രകൃതിയുടെ ഇതാണ്. കാരണം ഏതൊരു ഭൗതികവാദികളും അതേപോലെ നിരീശ്വരവാദികളും അതേപോലെ ശാസ്ത്രമൊക്കെ പരാജയപ്പെട്ട് നിൽക്കുന്ന സ്ഥലമാണിത്. കുട്ടികളില്ല. എന്തുകൊണ്ട്? ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു കുഴപ്പമില്ല, കുട്ടികളില്ല. അറിയില്ല. അവരെന്താ പറയുക? ലാസ്റ്റ് ഡോക്ടർമാർ എല്ലാ ടെസ്റ്റും ചെയ്ത് നോക്കി, എന്നിലും ഒരു പ്രശ്നമില്ല, പക്ഷെ കുട്ടികളില്ല. എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട്, ഇവരിത് കേൾക്കാറുമുണ്ട് എൻ്റെ സംസാരം. അതുകൊണ്ട് തന്നെ ഇമോഷണലി അത് പറയുമ്പോൾ ഒരു വിഷമവും തന്നെയാണ്. ഉണ്ടാകും കുട്ടികൾ. ദൈവം അവർക്ക് കുട്ടികളെ നൽകും. അത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്, കൈകളിലാണത്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രാർത്ഥിക്കുക. അതേപോലെ ഒരു നല്ല ഇണയെ നമ്മൾ തിരഞ്ഞെടുക്കുക, നല്ലൊരു കുട്ടിയെ നമ്മൾ തിരഞ്ഞെടുക്കുക. അതിലൂടെ കുട്ടി, നമുക്കറിയാം ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ആക്ഷൻ മൂവികൾ കാണരുതെന്ന് അവർ പറയുന്നത്, എന്തുകൊണ്ടാണ് മോശപ്പെട്ട രംഗങ്ങൾ ഉണ്ടാകരുത്. ഭർത്താവ് ഏറ്റവും നല്ല രീതിയിൽ നോക്കേണ്ടത് എപ്പോഴാണ്? ഭാര്യയെ ഗർഭിണിയായിരിക്കുമ്പോൾ. കാരണം അവളെ മാത്രമല്ല നോക്കുന്നത്, ആ കുട്ടിയെ കൂടി അവിടെ പരിചരിക്കപ്പെടുന്നുണ്ട്. ആ കുട്ടിയെല്ലാം ക്യാച്ച് ചെയ്യുന്നുണ്ട്. കുട്ടി നമുക്കറിയാം, ഇന്ന സംഭവൽ ബസർ, കാഴ്ച, കേൾവി ആദ്യം നൽകപ്പെടുന്നു കുട്ടിക്ക്. കുട്ടി കേൾക്കുന്നുണ്ട് ഗർഭാശയത്തിൽ വെച്ച്. മാതാവിൻ്റെ പൊക്കിൾ കുടിയിലൂടെ കുട്ടിക്ക് ഇത് ഭക്ഷണം മാത്രമല്ല കിട്ടുന്നത്, കുട്ടിയെല്ലാം ക്യാച്ച് ചെയ്യുന്നുണ്ട്, കുട്ടിയെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ആക്ഷൻ മൂവികൾ കാണരുത്, മോശപ്പെട്ട സീനുകൾ നിങ്ങൾ കാണരുത്, അതേപോലെ ഭാര്യ ഭർത്താക്കന്മാർ വഴക്കിടരുത്, ഇതൊന്നും സംഭവിക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് സംഭവിച്ചാൽ ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് അത് ബാധിക്കും. ആ കുട്ടി വളർന്നു വരുമ്പോൾ നമുക്ക് ചോദിക്കാം, ഗർഭിണിയല്ലേ, പ്രശ്നമില്ല. അല്ല, കുട്ടി ഇവിടെ എല്ലാം പഠിക്കുന്നുണ്ട്. ഇന്ന് ആധുനികമായി ഒരുപാട് വളർച്ചയിലാണ് നമ്മൾ. എല്ലാം നമുക്കറിയാം, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അറിവ് നമുക്കുണ്ട്. പക്ഷേ എങ്ങനെ അറിവ് പ്രവൃത്തിയിൽ കൊണ്ടുവരാം? എങ്ങനെ നമ്മളെ വീടുകളിൽ നമ്മൾ കൊണ്ടുവരാം? മക്കളെ നോക്കുന്നിടത്ത് എങ്ങനെ കൊണ്ടുവരാം? നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പറയാറുണ്ട്, കുട്ടിക്ക് നമ്മൾ വസ്ത്രം കൊടുക്കാറുണ്ട്, ഭക്ഷണം കൊടുക്കാറുണ്ട്, എല്ലാം കൊടുക്കാറുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി അവളെ നല്ല രീതിയിൽ എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. നല്ലൊരു മെച്യൂരിറ്റിയോട് കൂടി, നല്ലൊരു സ്വഭാവത്തോടു കൂടി എങ്ങനെ ആ കുട്ടിയെ വളർത്തിയെടുക്കാമെന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നല്ലൊരു ഇണയെ തിരഞ്ഞെടുക്കേണ്ടത് ഞാൻ പറഞ്ഞു. ഇനി ഒരു കുട്ടിക്ക് ജന്മം നൽകിയാൽ, ഒരു കുട്ടി പ്രസവിച്ചു. ആ കുട്ടിക്ക് ഒരുപാട് ഘട്ടങ്ങളുണ്ട്. 6 വയസ്സ് വരെയുള്ള 3 വയസ്സുള്ള ഘട്ടം. അവിടെ നമ്മൾ ഒരുപാട് കെയർ ചെയ്യണം. ആ മാതാവാണ് ഏറ്റവും കൂടുതൽ അവിടെ കെയർ ചെയ്യാൻ അവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, മാതാവ്. കാരണം ആ ഒരു 6 വയസ്സുള്ള സമയം, 3 വയസ്സുള്ള സമയം കുട്ടി ആരുടെ അടുത്തായിരിക്കും? മാതാവിൻ്റെ അടുത്തായിരിക്കും കൂടുതൽ. അവൻ ചെറിയ രീതിയിൽ കവിഞ്ഞു തുടങ്ങി, പെരക്കാൻ തുടങ്ങി, അവിടെ ഇവിടെയൊക്കെ നടക്കാൻ തുടങ്ങി. ആദ്യത്തെ 6 മാസത്തിലേക്ക് ഒരുപാട് അറിവിൻ്റെ നോളജുകൾ അവൻ തുറന്നു വെച്ചു. ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഇപ്പോൾ കുട്ടി. അറിവിൻ്റെ ഹോർമോണുകളൊക്കെ എപ്പോഴാണ് അവൻ്റെ ശരീരത്തിൽ വികസിക്കുന്നത്? ഈ ആദ്യത്തെ 6 മാസം. കവിഞ്ഞു കിടക്കുന്ന പ്രായം. ഒന്ന് കമ്മിയാനായിട്ടുള്ളൂ. ആ സമയത്ത് എല്ലാം കേച്ച് ചെയ്യാൻ തുടങ്ങി, അവനെല്ലാം മനസ്സിലാക്കാൻ തുടങ്ങി ആ കുട്ടി. ഇനി മെല്ലെ അവൻ നടക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. ആ കുട്ടി ഇങ്ങനെ നടന്നു നീങ്ങുകയാണ്. പെട്ടെന്നൊന്ന് വീഴുമ്പോൾ നമ്മൾ പോയി വാരിയെടുത്തു കുട്ടിയെ. കുട്ടി നല്ല കരച്ചിലാണ്. നമ്മൾ എടുക്കുന്നതോട് കൂടി കരച്ചിൽ കുറഞ്ഞു. നമ്മൾ തോളിലിട്ടാലോ കുട്ടിയുടെ കരച്ചിൽ കുറച്ചും കൂടി കുറഞ്ഞു. നമ്മളും തോളിൽ മല്ലും തട്ടിക്കൊടുത്താലോ കുട്ടിയുടെ കരച്ചിൽ പൂർണ്ണമായി നിന്നു. എന്തുകൊണ്ടാണ്? ആ സമയത്ത് എന്താ കുട്ടി കിട്ടിയ ഫീൽ? ഐ ആം സേഫ്ഡ്, ഞാനിപ്പോൾ സുരക്ഷിതനാണ് എന്നൊരു മെസ്സേജാണ് ആ കുട്ടി കിട്ടിയത്. അതാണ് ആ കുട്ടി കരച്ചിൽ നിർത്തിയത്. അത് പിന്നീട് എപ്പോഴോ നമ്മുടെ വളർച്ചയുടെ ഘട്ടങ്ങൾ മാറി വരുമ്പോൾ എപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് പലരും കുട്ടികൾ വന്നിട്ട് നമ്മളോട് കാര്യങ്ങൾ പറയാത്തത്? ഓരോ പ്രായത്തിനനുസരിച്ച് നമുക്ക് കുട്ടികൾക്ക് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല. കുറച്ച് വലുതാകുമ്പോൾ നമ്മൾ പറയുന്ന കമൻറ്റുകൾ, അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് ഒരു കാര്യം വന്നിട്ട് പറയുന്നില്ല. ചെറുപ്പത്തിലൊക്കെ നമുക്കറിയാം, 3 വയസ്സായ കുട്ടിയൊക്കെ 3 വയസ്സിൽ മൂച്ചിപ്പിരാന്നൊക്കെ പറയും. അല്ലെങ്കിൽ 4-ാം വയസ്സിൽ നമ്മൾ പറയാറുണ്ട്, ഇങ്ങനെ ചെറപറ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നുണ പറയാമെന്നൊക്കെ നമ്മൾ പറയും അല്ലേ. പലതും നമ്മൾ പറയാറുണ്ട്. പല സ്ഥലത്തും പല ഭാഷയാണ് ഉപയോഗിക്കുക. പക്ഷേ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും, ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ നമ്മൾ ചെറുതല്ലേ, എങ്ങനെയല്ലേ, സില്ലിയാക്കിയിട്ട് ആ കാര്യങ്ങൾ വിട്ട് കളഞ്ഞാലോ പിന്നീട് കുട്ടി മെല്ലെ പതി നമ്മളോട് പറയാൻ പഠിക്കും. 1-ാം ക്ലാസ്സിൽ നമ്മൾ അയച്ച കുട്ടി, ആ കുട്ടിയെ നമ്മൾ ഓരോന്ന് വ്യക്തമായി പഠിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ചുരുങ്ങി പറയുന്നത്. ആ കുട്ടി സ്കൂളിൽ നിന്ന് പോയി വന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങളത് മൈൻഡ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നഴ്സറി പോകുന്ന അംഗൻവാടിയിൽ പോകുന്ന ഒരു കുട്ടി വന്നിട്ട് ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളത് കെയർ ചെയ്തില്ലെങ്കിൽ, വിദേശത്തുള്ള ആളുകൾക്ക് നല്ലൊരു ചെറിയ ടൈപ്പിംഗ് മെസ്സേജ് അയക്കുമ്പോൾ ആ കുട്ടിയെ നിങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്ന? കുട്ടി
ഒന്ന് രണ്ട് വട്ടം നമ്മൾ പരിഗണിക്കാതെ വിടുമ്പോൾ പറയുന്ന ടെൻഡൻസി കുറയും. പിന്നീട് അവർ പറയില്ല. പിന്നെ അവർ വേറെ നോക്കും, മാതാവിനോട് പറയാൻ നോക്കും, അല്ലെങ്കിൽ അവർ അടച്ചമർത്തും. അവിടെ തന്നെ ചോദിക്കില്ല. ചോദിച്ചാലുള്ള പ്രതികരണം അവർ കണ്ടു. അതുകൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറുത് വലുത് എന്നൊന്നുമില്ല. കുട്ടികൾക്കെല്ലാം വലുതാണ്. ഇത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറുത് വലുതൊന്നുമില്ല. 3 വയസ്സായ ഒരു കുട്ടി ഒരു കാര്യം പറയുമ്പോൾ 9 വയസ്സായ കുട്ടി ഒരു 6-7 വയസ്സായ കുട്ടി ഒരു കാര്യം പറയുമ്പോൾ കുട്ടിയാണ്. ആ കുട്ടി പിന്നീട് വളർന്നു വരുമ്പോൾ ഓരോ കാര്യങ്ങൾ 18-19 വയസ്സിൽ പറയണമെങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ട്രെയിനിങ് തെറ്റരുത്. അവിടെയാണ് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്. ശരി, ഈ ചെറിയ കുട്ടി നമ്മൾ വളർന്നു വന്ന് കുറച്ച് വലുതായി. ആ കുട്ടി കുറച്ച് വലുതാകുമ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കാനായി. അപ്പോൾ നമ്മൾ ചില ആളുകൾ കാണാം ഭയങ്കരമായ സ്നേഹം കൊണ്ടോ, അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടിയൊക്കെ ആണെന്ന് പറയേ വേണ്ട, പിന്നെ പാല് എടുത്ത് 3 വയസ്സായാലും 3.5 വയസ്സായാലും കുക്കത്ത് വെച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്ന കാണാം. ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്. നിങ്ങളെ കുട്ടി വാരി വഹിക്കാനുള്ള ഒരു പ്രായപരിധി എത്തിയോ, നിങ്ങൾ ആ കുട്ടി അവിടെ ഇരുത്തുക, പ്ലേറ്റിൽ ഭക്ഷണം കൊടുക്കുക, കുട്ടി തനിയെ വാരി കഴിച്ചോളൂ. നമ്മളതൊക്കെ കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ കുട്ടി പകർത്തപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ ചില വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാകും. ഒരു പിതാവ്, ഈ അടുത്ത കാലത്ത് കണ്ട ഒരു വീഡിയോ, ഒരു പിതാവ് ഒരു കുട്ടി മൊബൈലിങ്ങനെ കളിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ. അപ്പോൾ ഈ മാതാവ് വന്നിട്ട് പിതാവിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിരുന്ന 2 അടി കൊടുക്കലോട് കൂടി ഫോൺ കൊടുത്തു. അപ്പോൾ കുട്ടി വേഗം ഫോൺ അടി കൊടുക്കാതെ കൊടുത്തു. എന്താ അവിടെ കുട്ടി മനസ്സിലാക്കിയത്? കുട്ടി എന്താ അവിടെ ക്യാച്ച് ചെയ്തത്? കുട്ടിക്ക് മനസ്സിലായി ഇതെന്താ. അതാ പറഞ്ഞത്, നിങ്ങൾ 100 പ്രാവശ്യം പറയുന്നതിനേക്കാൾ ഒരു പ്രാവശ്യം പ്രവൃത്തിയിൽ കൊണ്ടുവന്നാൽ ആ കുട്ടി കണ്ടുപിടിച്ചോളൂ. അതുപോലെ ആ കുട്ടി പ്ലേറ്റിൽ സ്വന്തമായി കഴിക്കാൻ അവർക്ക് കഴിയും കുട്ടിക്ക്. അപ്പോൾ പരിശീലിക്കും. അപ്പം നിങ്ങൾ ഇങ്ങനെ വിസ്മിച്ചെല്ലണം, അല്ലെങ്കിൽ മുമ്പ് വർഷത്തിൽ നിന്ന് നീ കഴിക്കണം കുട്ടി എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ അങ്ങനെ വളർത്തിയെടുക്കാം. ശരി, ആ കുട്ടി കുറച്ചും കൂടി വലുതായി, അംഗൻവാടിയിലൊക്കെ പോകുന്ന പ്രായമായി, ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന സമയമായി. നല്ല രീതിയിൽ മറുപടി പറയാം അവരോട്. ഓരോന്ന് ചോദിക്കുമ്പോഴും അവർക്ക് അറിവിൻ്റെ ഇതാണ് അവർ ചോദിക്കുന്നത്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ട്, മനസ്സിലാക്കണമെന്നുണ്ട്. വളർന്നു വരിക നമ്മളെ കുട്ടി. 12-13 വയസ്സായ കുട്ടിയെക്കുറിച്ച് നമുക്ക് പരാതിയാണ്. കുട്ടി പറഞ്ഞാൽ കേൾക്കുന്നില്ല, കുട്ടിയൊന്നും നമ്മളോടിപ്പോൾ സംസാരിക്കില്ല, ഒക്കെ ചങ്ങായിമാരൊക്കെ ആളുകളാണ്. അത് പല സ്റ്റേജിലാണ് ആ കുട്ടി കടന്നു പോകുന്നത്. ഓരോ സ്റ്റേജിലും എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം കുട്ടിയെ. അല്ലാതെ ഇപ്പോൾ 3 വയസ്സായ കുട്ടീനെ ചില ആളുകൾക്ക് പെരുമാറുന്ന കാണാമെന്ന്, ഈ കുട്ടിക്ക് 15 വയസ്സായി. ചില ആളുകൾ പെരുമാറുന്ന കണ്ടാൽ നമ്മൾ തോന്നും ഈ കുട്ടി ചെറിയ കുഞ്ഞാന്ന്, 1 വയസ്സായിട്ടൊന്നും. അങ്ങനെയും പെരുമാറരുത്. ഓരോ വയസ്സിനനുസരിച്ച് നമ്മൾ പെരുമാറുന്ന കുട്ടിയോട് ആ രീതിയിൽ വളർത്തിയെടുക്കണം. ശരി, ഈ 3 വയസ്സായ കുട്ടി ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യും. ആ സമയത്ത് തന്നെ നമ്മൾ ആ കുട്ടികൾ വളർത്തിയെടുക്കേണ്ടത് എന്താ? സ്വന്തമായി ഞാൻ ഐ ആം സേഫ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ, കുട്ടിയെ വാരിയെടുത്ത് തട്ടുമ്പോൾ ഞാൻ ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നു. അതേപോലെ കുട്ടി ഒരു 3 വയസ്സിലൊക്കെ ആകുമ്പോൾ കുട്ടി സ്വന്തമായി ഒന്നുമില്ലെങ്കിൽ ചെറിയ രീതിയിൽ നിങ്ങൾ ആ കടന്ന പായ ഒന്ന് മടക്കി വെക്കണം, ആ ബെഡ്ഷീറ്റ് ഒന്ന് തട്ടിക്കുടഞ്ഞ് വെക്കണം. നിങ്ങൾ കാണിച്ചു കൊടുത്താൽ മതി. 1-2 പ്രാവശ്യം പറയുക. ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും കുട്ടികൾക്ക്. അപ്പോൾ അത് 2-3 വട്ടം ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ മറക്കരുത്. ഓ ബമ്പത്തി, ഓ മുത്തുമോൾ, ഓ പൊന്നുമോൾ, ഓ നല്ല കുട്ടി, ഒന്ന് വാരിക്കൊണ്ടില്ല, ഒന്ന് തട്ടുക. ഇതെല്ലാ സ്ഥലത്തും ആവശ്യമാണ്. ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ ആവശ്യമാണ്. ഭാര്യയ്ക്ക് എന്താ ആവശ്യം? എന്തുകൊണ്ടാണ് ഭാര്യ ഭർത്താവ് 3 വയസ്സാകുമ്പോഴും 3 വർഷമായിട്ട് കല്യാണം കഴിച്ചിട്ട് ശരിയില്ല? എന്താ? നല്ല വാക്ക് അവൻ പറയുന്നില്ല, ഒരു പരിഗണന അവൾക്ക് നൽകുന്നില്ല. അതേപോലെ അല്ലെങ്കിൽ അവളോട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവൻ പറയും ഓടത്ത് പറഞ്ഞാൽ ദുനിയാവിൽ വേറെ എവിടെയും പോയിട്ട് പറയാം. കാരണം എന്താ? ഒരു അംഗീകാരം അവൾ നൽകുന്നില്ല. ഭർത്താവിന് ഏറ്റവും ആവശ്യം എന്താ? അംഗീകാരമാണ്. ഭാര്യയ്ക്ക് ആവശ്യമോ പരിഗണനയാണ്. നമ്മൾ മനസ്സിലാക്കണം. അതും നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യണം. നമ്മളിവിടെ കുട്ടികളെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. അതുകൊണ്ട് ആ വിഷയമാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഭാര്യയുടെ ഭർത്തബന്ധത്തിലായെങ്കിലും അവരെ ചുംബിക്കുകയും തലോടുകയും നല്ല കമൻറ്റുകൾ പറയുകയും. മലയാളികളെ ഏറ്റവും വലിയ കുഴപ്പമാണ്, നല്ലൊരു കമൻറ്റ്, നല്ലൊരു കറി ഉണ്ടാക്കിയാൽ ഓഫീസിൽ പറയും, ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പറയും, എല്ലാ സ്ഥലത്ത് പോയാലും ലൈക്ക് അടിക്കാനും ഗുഡ് പറയാൻ നമുക്കൊരു മടിയില്ല. പക്ഷേ സ്വന്തം വീട്ടിലോ ഭാര്യ നല്ല കറി ഉണ്ടാക്കിയാലോ, നല്ല ഭാഗ്യമൊന്ന് വസ്ത്രം അയൺ ചെയ്ത് തന്നാലോ, എന്തുകൊണ്ട് നമുക്ക് നല്ല കമൻറ്റുകൾ പറയാൻ കഴിയുന്നില്ല? എന്തുകൊണ്ടാണ് നമുക്കത് സാധിക്കാത്തത്? അങ്ങനെ പറയുമ്പോഴുള്ള ഗുണം നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു നല്ല കറി ഉണ്ടാക്കി നല്ല കമൻറ്റ് പറഞ്ഞാലോ അടുത്ത പ്രാവശ്യം അതിനേക്കാൾ നല്ലതുണ്ടാക്കും. നല്ല ഭക്ഷണം ഇരുന്ന് കഴിക്കുക, നല്ല സമാധാനത്തിൽ, പുഞ്ചിരിയോടെ, സമാധാനത്തോടെ നല്ല കമൻറ്റ് പറഞ്ഞ് നല്ല രീതിയിൽ അവളെ ചുംബിച്ച് തലോടി അവൾക്ക് ആവശ്യത്തിന് ഓരോ സന്ദർഭത്തിലും അവൾക്ക് ആവശ്യമായ മോട്ടിവേഷൻ നൽകി പ്രോത്സാഹിപ്പിച്ച് വളർത്തിയെടുക്കാം. ഭാര്യയായാലും ഈ കുട്ടിയായാലും. ഈ കുട്ടി അങ്ങനെ ഓരോ കാര്യങ്ങൾ 3 വയസ്സൊക്കെ കുട്ടി ഓരോ കാര്യങ്ങൾ ചോദിക്കും, പറയും. അങ്ങനെ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഒരു പ്രായമെത്തി. നമ്മൾ നല്ല വസ്ത്രം കൊടുത്തു, നല്ല ഭക്ഷണം കൊടുത്തു, നല്ല യൂണിഫോമൊക്കെ വാങ്ങി, ബാഗൊക്കെ വാങ്ങി സ്കൂളിൽ പറഞ്ഞയച്ചു.
ചിലപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഭയങ്കര പ്രയാസമായിരിക്കും ആദ്യം നമുക്കറിയാം. അതേപോലെ ആ വരുന്ന സമയത്ത് കുട്ടി എന്തെങ്കിലും ഒരു പരാതി കൊണ്ട് വരും. ഫസ്റ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ മറക്കരുത്. ഓ ബമ്പത്തി, ഓ മുത്തുമോൾ, ഓ പൊന്നുമോൾ, ഓ നല്ല കുട്ടി, ഒന്ന് വാരി കൊണ്ടുവരാം, ഒന്ന് തട്ടാം. ഇതെല്ലാ സ്ഥലത്തും ആവശ്യമാണ്. ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ ആവശ്യമാണ്. ഭാര്യയ്ക്ക് എന്താ ആവശ്യം? ഭാര്യ എന്തുകൊണ്ടാണ് ഭാര്യ ഭർത്താവ് 3 വയസ്സാകുമ്പോഴേക്കും 3 വർഷമായിട്ട് കല്യാണം കഴിച്ചിട്ട് ശരിയില്ല? എന്താ? നല്ല വാക്ക് അവൻ പറയുന്നില്ല, ഒരു പരിഗണന അവൾക്ക് നൽകുന്നില്ല. അതേപോലെ അല്ലെങ്കിൽ അവളോട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവൻ പറയും ഓളടുത്ത് പറഞ്ഞാൽ ദുനിയാവിൽ വേറെ എവിടെ പോയിട്ട് പറയാം. കാരണം എന്താ? ഒരു അംഗീകാരം അവൾ നൽകുന്നില്ല. ഭർത്താവിന് ഏറ്റവും ആവശ്യം എന്താ? അംഗീകാരമാണ്. ഭാര്യയ്ക്ക് ആവശ്യമോ പരിഗണനയാണ്. നമ്മൾ മനസ്സിലാക്കണം. അതും നമ്മൾ മനസ്സിലാക്കാൻ പഠിക്കുകയൊക്കെ ചെയ്യണം. നമ്മളിവിടെ കുട്ടികളെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. അതുകൊണ്ട് ആ വിഷയമാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഭാര്യയുടെ ഭർത്തബന്ധത്തിലായെങ്കിലും അവരെ ചുംബിക്കുകയും തലോടുകയും നല്ല കമൻറ്റുകൾ പറയുകയും. മലയാളികളെ ഏറ്റവും വലിയ കുഴപ്പം അതാണ്. നല്ലൊരു കമൻറ്റ്, നല്ലൊരു കറി ഉണ്ടാക്കിയാൽ ഓഫീസിൽ പറയും, ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പറയും, എല്ലാ സ്ഥലത്ത് പോയാലും ലൈക്ക് അടിക്കാനും ഗുഡ് പറയാൻ നമുക്കൊരു മടിയില്ല. പക്ഷേ സ്വന്തം വീട്ടിലോ ഭാര്യ നല്ല കറി ഉണ്ടാക്കിയാലോ നല്ല ഭാഗിലൊന്ന് വസ്ത്രം അയൺ ചെയ്ത് തന്നാലോ എന്തുകൊണ്ട് നമുക്ക് നല്ല കമൻറ്റുകൾ പറയാൻ കഴിയുന്നില്ല? എന്തുകൊണ്ടാണ് നമുക്കത് സാധിക്കാത്തത്? അങ്ങനെ പറയുമ്പോഴുള്ള ഗുണം നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു നല്ല കറി ഉണ്ടാക്കി നല്ല കമൻറ്റ് പറഞ്ഞാലോ അടുത്ത പ്രാവശ്യം അതിനേക്കാൾ നല്ലതുണ്ടാക്കും. നല്ല ഭക്ഷണം ഇരുന്ന് കഴിക്കുക, നല്ല സമാധാനത്തിൽ പുഞ്ചിരിയോടെ സമാധാനത്തോടെ നല്ല കമൻറ്റ് പറഞ്ഞ് നല്ല രീതിയിൽ അവളെ ചുംബിച്ച് തലോടി അവൾക്ക് ആവശ്യത്തിന് ഓരോ സന്ദർഭത്തിലും അവൾക്ക് ആവശ്യമായ മോട്ടിവേഷൻ നൽകി പ്രോത്സാഹിപ്പിച്ച് വളർത്തിയെടുക്കാം. ഭാര്യയായാലും ഈ കുട്ടിയായാലും. ഈ കുട്ടി അങ്ങനെ ഓരോ കാര്യങ്ങൾ 3 വയസ്സൊക്കെ ആയിരുന്ന കുട്ടി ഓരോ കാര്യങ്ങൾ ചോദിക്കും, പറയും. അങ്ങനെ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഒരു പ്രായമെത്തി. നമ്മൾ നല്ല വസ്ത്രം കൊടുത്തു, നല്ല ഭക്ഷണം കൊടുത്തു, നല്ല യൂണിഫോമൊക്കെ വാങ്ങി, ബാഗൊക്കെ വാങ്ങി സ്കൂളിൽ പറഞ്ഞയച്ചു. ചിലപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഭയങ്കര പ്രയാസമായിരിക്കും ആദ്യം നമുക്കറിയാം. അതേപോലെ ആ വരുന്ന സമയത്ത് കുട്ടി എന്തെങ്കിലും ഒരു പരാതി കൊണ്ട് വരും. ഫസ്റ്റ് വരുമ്പോൾ അപ്പോൾ തന്നെ ഇതൊക്കെ ഉണ്ടാകുന്ന തന്നെ മോളെ, ഇതൊക്കെ അങ്ങനെയാണ് മോളെ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചാലോ പിന്നീട് കുത്തിയൊന്നും പറയില്ല. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ സമയം കണ്ടെത്തണം. നിങ്ങൾ ഒരുപാട് സീരിയൽ നോക്കാനും എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ പെങ്ങന്മാരെ നിങ്ങൾ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ സമയം കണ്ടെത്തണം. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണം. പ്രവാസി എന്ന നിലയിൽ എനിക്ക് വിഷമമുണ്ട്. അവരുടെ കൂടെ ഞാൻ ഇന്നലെ വിളിച്ചു, ഒരുപാട് ചോദിച്ചു. എൻ്റെ മക്കളെ പിതാവ് എന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ചോദിക്കാറുണ്ട്. ഞാൻ ചോദിക്കണം. നിങ്ങൾ അങ്ങനെ ആ മക്കൾ ഓടി വരും, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയും, അവരെന്തെങ്കിലുമൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഒരു പ്രശ്നം അവരെ സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടോ വന്ന പാട് ചില ആളുകൾ കളിക്കാൻ പോലും വിടാതെ അവരെ കൂട്ടിലിട്ട കിളിയെ പോരുന്ന പോലെ മക്കളെ വളർത്തുന്നവരുണ്ട്. ചെയ്യരുത്. അങ്ങനെയല്ല കുട്ടികളെ വളർത്തേണ്ടത്. നിങ്ങൾ പഠിക്കണം ആദ്യം എങ്ങനെ വളർത്തണമെന്ന്. പ്രായമാകുമ്പോൾ മുത്തച്ഛനാകുമ്പോൾ മുത്തശ്ശിയാകുമ്പോൾ നിങ്ങൾ പരാതി പറയരുത് അവരെന്നെ നോക്കിയില്ല എന്ന്. പക്ഷേ നിങ്ങൾ നോക്കുന്നിടത്ത് പിഴച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കില്ല അവർ. നിങ്ങൾ ഭക്ഷണം കൊടുത്താൽ പോരാ, വസ്ത്രം കൊടുത്താൽ പോരാ, നല്ല സൗകര്യങ്ങൾ കൊടുത്താൽ പോരാ, നല്ല വീട് വെച്ച് കൊടുത്താൽ പോരാ. അത് വേണം, പക്ഷെ അത് മാത്രം പോരാ. അതല്ല ഒരു കുട്ടി നിങ്ങളെ നോക്കുന്നതിന് സ്നേഹം കൊടുക്കണം. നിങ്ങളെ സമയം കൊടുക്കണം. നിങ്ങളെ സമയം എത്ര കണ്ടു കൊടുക്കുന്നു, നിങ്ങളെ സ്നേഹം എത്ര കണ്ടു കൊടുക്കുന്നു, അതേ തിരിച്ചു കിട്ടു. ഡിവൻറ്റേക്ക് പോലീസ് നമ്മൾ പറയാറില്ലേ, കൊടുക്കുക സ്നേഹം കൊടുക്കാത്ത. പ്രവാചകനടുത്ത് ഒരാൾ വന്നു, പ്രവാചകൻ മക്കളെ ചുംബിക്കുന്നുണ്ട്. മക്കളെ ചുംബിക്കുമ്പോൾ അവരോട് പറഞ്ഞു, അഹ്റാബിയോ, അതായത് ഗ്രാമീണ വശത്ത് ജീവിക്കുന്ന ഒരാളാണ്. പറഞ്ഞു, പ്രവാചകരെ അങ്ങ് മക്കളെ ചുംബിക്കുമോ? ഞാനിക്ക് ഒരുപാട് മക്കളെ ചുംബിച്ചിട്ടില്ല. കരുണ ചെയ്യാത്തവന് കരുണ ചെയ്യപ്പെടുകയില്ല. പ്രവാചകൻ പറഞ്ഞ വാക്കാ. അതായത് നിങ്ങൾ കരുണ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെടുകയില്ല. ഇത്ര വിശാലമാണ് അർത്ഥം. കടൽ പോലെ വിശാലമാണ് ആ വാക്ക്. നിങ്ങൾ ജീവികളോട് കരുണ കാണിച്ച് നോക്കൂ. ഇങ്ങോട്ട് കട്ടുന്ന കാണാം, വെറും ജീവി, എനിക്ക് ബുദ്ധിയില്ല, പൂച്ച, നായ, നോക്കൂ നിങ്ങളതിന്. അതിനോട് അങ്ങോട്ട് സ്നേഹം കാണിച്ച് നോക്കൂ. എങ്ങനെയാണ് ഇത് ഇങ്ങോട്ട് തിരിച്ച് കാണിക്കുന്നത്? എങ്ങനെയൊക്കെ അതിങ്ങനെ കാണിക്കണമെന്ന് പറഞ്ഞാൽ അതിനറിയില്ല. അതിൻ്റെ ഏറ്റവും പൂർണ്ണ പരിധിയിൽ അത് കാണിക്കുകയാണ് ഇങ്ങോട്ട് സ്നേഹം. എന്താ കൊടുത്ത അങ്ങോട്ട് ഉള്ള ഭക്ഷണം, ഒരു നേരത്തെ ഭക്ഷണം, 3 നേരത്തെ ഭക്ഷണം, എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റ്. അപ്പോൾ നമ്മളെ മക്കൾക്ക് നമ്മളെങ്ങനെ നോക്കണം? ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ എത്ര പരിഗണിക്കണം? സ്കൂളിൽ നിന്ന് വന്ന കുട്ടി പരാതിയുമായി വന്ന് പറയുമ്പോൾ കുട്ടിയെ നിങ്ങൾ പരിഗണിക്കണം. കുട്ടിക്ക് വേണ്ടി സമയം കണ്ടെത്തണം. സീരിയൽ നോക്കാനും മൂവി നോക്കാനും ഒരുപാട് വാട്സപ്പിൽ പണ്ടേത്തുള്ള സുഹൃത്തിനെ ചാറ്റ് ചെയ്യാനും നിങ്ങൾ എടുക്കുന്ന സമയം അതൊക്കെ ചുരുക്കി വെക്കണം. നിങ്ങളെ ഈ വളർത്തിയെടുക്കണം. ഒരു 10-20 വയസ്സ് വരെ, 10-18 വയസ്സ് വരെ, അല്ലെങ്കിൽ ഒരു 10 വയസ്സ് വരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക കുട്ടിയെ. ആ കുട്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വന്ന് പറയുമ്പോൾ നിങ്ങൾ പരിഗണിക്കണം. ആ കുട്ടിയെ സോൾവ് ചെയ്ത് കൊടുക്കണം. ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കണം. കുട്ടിക്ക് പഠിക്കേണ്ട താല്പര്യമില്ലാതെ തന്നെ എന്തുകൊണ്ടാണ്? നിങ്ങൾ പറയുന്ന രീതി തന്നെ തെറ്റാ. നിങ്ങൾ വിളിച്ചുണർത്തുന്ന രീതി തന്നെ തെറ്റാ. അങ്ങനെയല്ല വിളിച്ചുണർത്തുന്നത്. ഞാൻ പല കുട്ടികളോടും ചോദിക്കാറുണ്ട്. നാട്ടിൽ എന്നെ പല കുട്ടികൾക്കറിയാം. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നിൻ്റെ അമ്മ നിന്നെ വിളിക്കുക? എങ്ങനെയാണ് നമ്മളെ എന്താ ഇത്? ഇങ്ങനെയാണോ?
ആ വിളിച്ചുണർത്തുമ്പോൾ തന്നെ നല്ല സ്നേഹത്തിൽ വിളിച്ചുണർത്തിയൊക്കെ നിങ്ങൾ കുട്ടിക്ക് പ്രത്യേക ഉന്മേഷം ഉണ്ടാകും. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ഞാൻ പറഞ്ഞ് വിട്ടുപോയോ, എന്തെങ്കിലും മടക്കി വെച്ച് എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ ജോലികൾ അവരെ ചെയ്യിപ്പിക്കണം. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ പ്രാപ്തനാണ്. ഏറ്റവും നിങ്ങൾക്കൊരു ഉപദേശം കൊടുക്കാനുള്ള കുട്ടിക്കെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ആ ഒരു ഉപദേശം, ഒറ്റ ഉപദേശം നിങ്ങൾ കൊടുക്കാനുള്ള കുട്ടിക്കെങ്കിൽ ആ കൊടുക്കേണ്ട ഉപദേശം എന്താ? ഞാനും മരിച്ചു, എൻ്റെ കൂടെയുള്ളവരെല്ലാം മരിച്ചു, നീ ഒറ്റക്കാണ് വളരെ ബാക്കിയായത്. ഈ ദുനിയാവിൽ ആരുമില്ല, ഒരു ഭൂകമ്പം വന്നു, പ്രളയം വന്നു, എല്ലാം നശിച്ചു. ഞാൻ എൻ്റെ കുട്ടികളോട് പറയാറുണ്ട്, എല്ലാം നശിച്ചു, ഞാൻ ഒരാൾ തന്നെ ബാക്കി ഭൂമിയിലില്ല, എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെ ഇല്ല. അല്ലെങ്കിൽ എന്നാലും നീ ജീവിക്കണം, ജീവിച്ച് കാണിക്കണം. നല്ല ഉറച്ച വിശ്വാസത്തോടെ, നല്ല ധൈര്യത്തോടെ, സമാധാനത്തോടെ, ശാന്തിയോടെ, നല്ല ഉറച്ച തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാൻ നീ ശീലിക്കണം. അതാണ് ഞാൻ പറയാൻ കഴിയണം നമുക്ക്. അങ്ങനെ ഓരോ കാര്യങ്ങൾ കുട്ടി ചെയ്യുമ്പോൾ ഒന്ന് പുതപ്പ് മടക്കി വയ്ക്കുമ്പോൾ അവൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ പാത്രം, എൻ്റെ വീട്ടിൽ അതിഥികൾ വന്നാൽ പോലും ഞാൻ കുട്ടികളെ വിടില്ല. ഞാൻ പറയും, നിങ്ങൾ കഴിച്ച പാത്രം നിങ്ങൾ കഴുകി വെക്കണം. എല്ലാവരും കൂടി കഴുകിയല്ല, ഒരുപാട് അതിഥികൾ വന്നു, എല്ലാ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ച് കഴുകുന്ന സമയത്ത് നമ്മളെ ഭാര്യ എത്ര പാത്രം കഴുകണം? ഒരു പോയിൻ്റ് അത്. മറിച്ച് നമ്മളവിടെ ഓരോ കുട്ടികളെ ശീലിപ്പിക്കുകയാണ്. നിങ്ങൾ അതിഥിയാണെങ്കിൽ പോലും നമ്മളെ കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ്, വേറെ കുട്ടിയല്ല, നമ്മളെ കുടുംബത്തിൽപ്പെട്ട അതിഥികളാണ്. അപ്പോൾ നമ്മൾ പറയും, നിങ്ങൾ കഴിച്ച ഭക്ഷണം, നിങ്ങൾ കഴിച്ച പാത്രം നല്ല രീതി വൃത്തി കൈയൊക്കെ പരിശീലിപ്പിക്കുക. അവരോട് മോശം പെരുമാറല്ല, പരിശീലിപ്പിക്കുക. നാളെ മറ്റൊരു വീട്ടിൽ പോകേണ്ട കുട്ടിയാണ്, നാളെ വേറൊരു സ്ഥലത്ത് വിദേശത്ത് പോയി കഴിയേണ്ട ചെറുക്കനാന്ന്. അപ്പം എന്താ വേണം? ശീലിപ്പിക്കണം. അല്ലെങ്കിൽ ആ വിദേശത്ത് പോയാൽ അവനും പറ്റില്ല. പല ലോകത്തിൻ്റെ ആൺകുട്ടികളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, പെൺകുട്ടികളെയും ശ്രദ്ധിക്കണം. ഓരോ ആളുകൾക്ക് എങ്ങനെ ട്രെയിനിങ് കൊടുക്കണം നമുക്കറിയണം. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത സമയത്ത് നല്ല പ്രോത്സാഹനം കൊടുക്കണം, നല്ല കമൻറ്റ് പറയണം. നല്ല പ്രോത്സാഹനം എങ്ങനെ കൊടുക്കുക? മോളെ സൂപ്പറാണ് കേട്ടോ, നല്ല ഉഷാറാണ് കേട്ടോ, ഒന്ന് തോൾ തട്ടുക, കോത്ത് പിടിക്കുക, ഒരു ചുംബൻ അങ്ങോട്ട് കൊടുക്കുക. ഓട്ടെ, കാരണം നിങ്ങൾക്ക് നൽകപ്പെടും. അങ്ങനെ ആ കുട്ടിയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക. പിന്നെ കുറച്ചും കൂടി ആയി, 6 വയസ്സായി, 9 വയസ്സായി, ഇങ്ങനെയൊക്കെ ആകുമ്പോഴുള്ള മാറ്റങ്ങളുണ്ടാവും. പിന്നെ ചില ആൾ പറയും, കുട്ടി കുറച്ചും കൂടി പ്രായമായ ഒന്ന് ഉപദേശിക്കണം ഉസ്താദേ, അല്ലെങ്കിൽ മാഷോട്, സ്വാമിജിയോട്, ഫാദർമാരോട് ഒന്ന് ഉപദേശിക്കണം. കുട്ടിക്കൊരു ധിക്കാരം, അതല്ല, ഒരു പ്രായത്തിൽ അങ്ങനെ ഉണ്ടാവും. കാരണം എന്താ? ചെറിയൊരു കുട്ടിയായിരിക്കുമ്പോൾ അവനെന്താ ചെയ്യുന്നത്? ഒരു കുട്ടിയായിരിക്കുമ്പോൾ മാതാവ് വിളിച്ച് വരുന്നില്ല, ബിസ്ക്കറ്റ് വേണോ ചായ വേണോ എന്ന് കരഞ്ഞ് വരുന്നില്ല. കുട്ടി അവിടെ മുള്ളും, പ്രതിഷേധിക്കുക കുട്ടി. നമ്മളിലേക്ക് ഇപ്പോൾ എങ്ങനെ കുഞ്ഞു മൂത്രയിച്ചെന്ന് നിസ്കാരപ്പായിൽ കയറി അല്ലെങ്കിൽ പ്രാർത്ഥനാ റൂമിൽ കയറി, കുട്ടിക്ക് വിളിച്ചത് വരുന്നില്ല മാതാവ് പിതാവ്, കുട്ടി അവിടെ മൂത്രം വയ്ക്കും. എന്താ? കുട്ടി പ്രതിഷേധമാണത്. ഒരു പ്രായം കഴിഞ്ഞ് ഒരു 12 വയസ്സായ കുട്ടിക്ക് മൂത്രയ്ക്കാൻ പറ്റില്ല. 12 കുട്ടി ചിലപ്പോൾ എന്തെങ്കിലും പറയും, അവൻ്റെ പ്രായത്തിൻ്റെയാണ്, ധിക്കാരമല്ല അത്. അതേപോലെ നമ്മൾ കുറച്ച് പ്രായമൊക്കെ കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ വിരുന്നർക്ക് വന്നാൽ നമ്മൾ പറയും, എന്താ നിൻ്റെ മുമ്പ് വലുതായല്ല, ഉഷാറായല്ല അല്ലേ, വലുത് നിൻ്റെ അത്ര തന്നെ ആയല്ല. അപ്പോൾ നമ്മൾ അങ്ങ് താത്തിക്കളയും. ഞാൻ പറയും, വളർന്നേ ഇല്ലൂ, അല്ല പന പോലെ ആയിരുന്നേ ഇല്ലൂ. ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട്, എൻ്റെ കുടുംബത്തിൽ ഒരുപാട് കുട്ടികളുണ്ട്, കേൾക്കാറുണ്ട്. എന്താ ഓൻ ഇത്രക്കായി, ഒരു ഉപകാരമില്ല. എത്ര ഉപകാരം പറയരുത്, അവരുടെ മുമ്പിൽ വെച്ച് അവരെ കൊച്ചാക്കരുത്. ഒരിക്കലും ഒരു ടീനേജുകാരെ ഇഷ്ടപ്പെടില്ല. എന്തുകൊണ്ടാണ് +1ഉം +2ഉം പഠിക്കുന്ന കുട്ടി, +1ഉം +2ഉം പഠിക്കുന്ന കുട്ടിക്ക് 1 സ്റ്റാർ തരാം, 2 സ്റ്റാർ തരാം, ഹോംവർക്ക് എന്താ കൃത്യമായി ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഒരു ഹോംവർക്കൊക്കെ ചെയ്യാൻ ഒരു പ്രോത്സാഹനം കാണിക്കുന്നത്? എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് കൊടുത്തിട്ട് 2 സ്റ്റാർ തരാമെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് എന്തുകൊണ്ട് ഉന്മേഷം? ചെറിയ കുട്ടിയല്ല, +2 പഠിക്കുന്ന കുട്ടിയെക്കുറിച്ച് ഈ പറയുന്നത്. എന്തുകൊണ്ട് കിട്ടുന്ന ഉന്മേഷം? ഞാൻ ശ്രദ്ധിക്കപ്പെടുക, അംഗീകരിക്കപ്പെടുക എന്നത് ഏതൊരു മനുഷ്യനും. എന്തുകൊണ്ട് യൂട്യൂബിൽ ഒരുപാട് ആളുകൾ വീഡിയോ ഇടുന്നു, ലൈക്കിന്, ഷെയറിന്, പിന്നെന്ത് മാങ്ങാക്കുന്നത് ചില ആളുകൾ പെൺകുട്ടികളൊക്കെ ചോദിക്കാറില്ലേ, ലൈക്കിന് ഷെയറിന് വേണ്ടിയാണ്. അതൊരു അംഗീകാരമാണ്. അതുപോലെ ആ കുട്ടിക്ക് 2 സ്റ്റാർ തരാമെന്ന് പറഞ്ഞാൽ കുട്ടി പ്രോജക്റ്റ് എന്തുകൊണ്ട് എളുപ്പം ചെയ്യുന്നു? ഏതൊരു മനുഷ്യൻ്റെ മെമ്മറിയിലുണ്ട്, ഞാൻ അംഗീകരിക്കപ്പെടണം, ഞാൻ പ്രശംസിക്കപ്പെടണം, ഞാൻ അറിയപ്പെടണം, ഞാൻ ആളുകളുടെ ഇടയിൽ നല്ലവനാണെന്ന് പറയാം. കുട്ടി ബ്രഷ് ചെയ്യുന്നില്ല, ചെറിയ കുട്ടികൾ ബ്രഷ് ചെയ്യുന്നില്ല. അപ്പോൾ ചില പറഞ്ഞു, അമ്മ ആരെങ്കിലും വന്നിട്ട് ഞാൻ പറയും, എൻ്റെ കുട്ടി പല്ലേ തേക്കൂല, ഭയങ്കര മടി. ആ കുട്ടി പിന്നെ പല്ലേക്കൂല. ചില പഠിക്കില്ല അറിയ കുട്ടി, എൻ്റെ കുട്ടി പഠിക്കില്ല. ആ കുട്ടി പഠിക്കില്ല, പഠിക്കും 100 ആളോട് നിങ്ങൾ ആ കുട്ടിയുടെ മുമ്പിൽ വെച്ച് വേണ്ട. കുട്ടി വല്ല കേൾക്കാതെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോൾ, നല്ല ബ്രഷ് ചെയ്യുമ്പോൾ, നല്ല കാര്യം സ്വയം ചെയ്യുമ്പോൾ ആ കുട്ടി വല്ല കേൾക്കുന്ന രീതിയിൽ നിങ്ങൾ ഒരാളോട് പറഞ്ഞു നോക്ക്, എൻ്റെ മോനില്ലേ, ഓൻ ഉഷാറാട്ടാ, ഓൻ ഭയങ്കര, ഓൻ നല്ല ഉഷാറാ, ഓൻ നല്ല പഠിക്കുന്നു, നല്ല പറയാം. പക്ഷെ ആ കുട്ടി കേൾക്കുന്നുണ്ട്, ആ കുട്ടിയിൽ മാറ്റം ഉണ്ടാകും. രാവിലെ എപ്പോഴെങ്കിലും, ഇപ്പോൾ ഒരു പ്രായം കഴിഞ്ഞ കുട്ടി രാവിലെ എഴുന്നേൽക്കില്ല, പക്ഷേ എന്തെങ്കിലും ഒരു ദിവസം എഴുന്നേറ്റാലോ, പിന്നെ അവൻ ഒരിക്കലും എഴുന്നേൽക്കാത്ത രീതിയിലുള്ള കമൻറ്റുകളായിരിക്കും നിങ്ങൾ പറയുക. അപ്പോൾ എന്താ നിങ്ങൾ പറയേണ്ടത്? മാഷാ എൻ്റെ കുട്ടി എഴുന്നേക്കും, ഓൻ എപ്പോഴും എഴുന്നേക്കും, ഇപ്പോൾ ഓൻ ഉഷാർ തന്നെ ആളെന്ന് പറഞ്ഞാലോ, നാളെ എഴുന്നേൽക്കുന്ന ടെൻഡൻസി കൂടും. അല്ല മോശം കമൻറ്റ് പറഞ്ഞാലോ, നമ്മൾ എവിടെയും പോസിറ്റീവേ കാണും, നെഗറ്റീവ് കാണില്ല. മനുഷ്യന്മാർ നമ്മൾ കുഴപ്പം മാതാപിതാക്കൾ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അല്ലെങ്കിൽ ഒരു 80 മാർക്കും കൊണ്ടൊരു കുട്ടി വന്നെന്ന് കൂട്ടാം,
കുട്ടിക്ക് 80 മാർക്ക് 70 മാർക്കും ഉണ്ട്. അപ്പോൾ നിങ്ങളെന്താ കുട്ടിക്ക് പറയാം? പെട്ടെന്ന് ചോദിക്കലെന്താ, എവിടെ ബാക്കി മാർക്ക്, എന്ത് ഇത്ര കുറവ്, ഇത്ര നേരം രാത്രിയും പകലും പഠിച്ചിട്ട് എന്താ ഇങ്ങനെ? അങ്ങനെയാണ് ചോദിക്കേണ്ടത്. അല്ല, മറിച്ച് നിങ്ങളെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ പറയാം, പക്ഷേ ഇത്രക്ക് കിട്ടിക്കല്ലേ, ഉഷാറാണ് നീ, ഈ വിഷയത്തിലല്ലേ, അന്ന വിഷയത്തിലല്ലേ, നല്ല ഉഷാറാട്ടാ നീ എന്ന് പറഞ്ഞ് പിന്നീട് ഒരല്പമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പറയാം, എനിക്ക് വിചാരിച്ചാൽ കുറച്ചും കൂടി കിട്ടും, നിന്നെക്കൊണ്ട് പറ്റും, നിനക്ക് 90 മേടിക്കാൻ പറ്റും, നിനക്ക് 100% മേടിക്കാൻ പറ്റും എന്നൊരു അപ്രിഷ്യേറ്റ് ചെയ്താലോ? പറയാം, ഗ്രേറ്റ്. ആ കുട്ടി സ്വയം തോന്നുന്നെന്താ, ഞാൻ ഉഷാറാ, ശരിയാ. അപ്പോൾ ആ കുട്ടി പിന്നെയും പഠിക്കും. അല്ല, ഇത് എത്ര കിട്ടിയിട്ടും 50 കിട്ടിയിട്ടും ചോദിച്ചാൽ പിറകോട്ട് പോകും ആ കുട്ടി. അതേപോലെ ഓരോ കമൻറ്റ് പറഞ്ഞെടുത്തും നമ്മൾ ചിരമുള്ളൊരകിടിയും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം OMV ആരാ പാടിയത്? എന്തുകൊണ്ടാണ്? അവിടെ എവിടെയും നെഗറ്റീവ് നിങ്ങൾ ഒരു ദോഷം മാത്രമേ കാണൂ, നന്മ കാണില്ല. അത് കുട്ടികളുടെ കാര്യത്തിലായാലും ഭാര്യയുടെ കാര്യത്തിലായാലും പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ കുട്ടിയുടെ നന്മ മാത്രം കാണാൻ ശ്രമിക്കണം. ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. ഓരോ കുട്ടിയുടെ ടാർഗറ്റ് എന്താ, ഒരു കുട്ടിയുടെ കഴിവ് എന്താണെന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ കുട്ടിക്ക് എന്താ കഴിവില്ലേ? ഇപ്പോൾ എൻ്റെ മോള് അധികമായി ഹിന്ദി പറയും. നിങ്ങളുടെ കുട്ടിക്ക് എന്താ കഴിവ് നിങ്ങൾ പരിശോധിക്കണം. എന്നിട്ട് ആ കഴിവിനെ വളർത്തിയെടുക്കാൻ പ്രോത്സാഹിപ്പിക്കണം. ഉഷാറാ മോളെ. ഞാൻ തോറ്റു അവളോട് ഹിന്ദി പറഞ്ഞാൽ. എന്തുകൊണ്ടാണ്? 11 വയസ്സാ. എന്തുകൊണ്ടാണ്? അപ്പം നമ്മളിങ്ങനെ കഴിവ് പ്രചരിപ്പിക്കും, പ്രോത്സാഹിപ്പിക്കും. നീ ഉഷാറാ, നീ പറഞ്ഞു ആളുടെ മുമ്പിൽ ഹിന്ദി പറഞ്ഞു, നീ ഉഷാറാൾ, നീ വീഡിയോ ചെയ്തോ, ഹിന്ദിയിൽ പറഞ്ഞ് വീഡിയോ ചെയ്തോ, നീ ഉഷാറാ. അങ്ങനെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾ എന്താ ചെയ്യുന്നത് നോക്കണം. നിങ്ങളെ മക്കളോട് അവർക്ക് എന്ത് കഴിവുണ്ട്? വരക്കാനുള്ള കഴിവുണ്ടോ നോക്കണം. അല്ല, പഠിക്കാനുള്ള കഴിവാണോ? എണ്ണവുമായി ബന്ധപ്പെട്ടതാണോ? അല്ല, വരക്കാനുള്ള കഴിവാണോ നിങ്ങളുടെ കുട്ടിക്കുള്ളത്? ഓരോ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്ത് കഴിവാണുള്ളത്. ഓരോ പ്രായത്തിലും അവൻ്റെ കഴിവുകൾ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും എന്തൊക്കെയാണ് അവന് വേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യണം. നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. അവർ പലരുടെയും പരാതിയെ കുറച്ച് പ്രായമൊക്കെ ആകുമ്പോൾ കുട്ടി ഒന്നും കേൾക്കുന്നില്ല, കുട്ടി മനസ്സിലാക്കുന്നില്ല, കുട്ടി അങ്ങനെയാണ്, കുട്ടി ഇങ്ങനെയാണ്. അത് കുട്ടി ഒറ്റടിക്കല്ല. ഒരു മാവിൻ്റെ ഉദാഹരണം പറയാറുണ്ട് ആളുകൾ. ഇപ്പോൾ മാവ് രാത്രി നമ്മൾ കുഴക്കുകയാണ്. അപ്പോൾ നാളെ ദോശയാണ്, നമ്മൾ ഇന്ന് തീരുമാനിച്ചു. മാവിന് ഇപ്പോൾ 3 രൂപങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ പൊറോട്ട ഞാൻ ഇന്ന് തീരുമാനിക്കും ഇത്ര പൊറോട്ട ആക്കണം നാളെ. അപ്പോൾ ഒരു 10 കിലോ മൈദ എടുത്ത് ഉണ്ടാക്കി കുഴച്ച് പിറ്റേന്ന് രാവിലെ കുഴച്ച് റെഡിയാക്കി ഇങ്ങനെ രാത്രി തീരുമാനിച്ചു. രാവിലെ കുഴച്ച് റെഡിയാക്കി വീശി പരത്തി അതിനെ പൊറോട്ടയ്ക്ക് അടിച്ചു. ഞാൻ നാളെ ദോശ ആക്കാൻ തീരുമാനിക്കുന്നു. ദോശ. അതേപോലെയാണ് കുട്ടികളുടെ ഓരോ വളർച്ച ഘട്ടവും. ആദ്യത്തെ പ്രായം കുഴക്കുന്ന റെഡിയാക്കുന്ന പ്രായമാണ്. രണ്ടാമത്തെ പ്രായം ഏതാ? നമ്മൾ ഇന്ന് ദോശയാണെങ്കിൽ ദോശ ചുറ്റേണ്ടതാണോ? പൊറോട്ടയെങ്കിൽ ചുറ്റേണ്ടതാണ്, ദോശ ഇങ്ങനെ ഒഴിക്കേണ്ടതാണ്. മൂന്നാമത്തെ ഭാഗം അത് വേവിച്ചെടുക്കുന്ന ഭാഗം. അതുപോലെയാണ് കുട്ടികൾ. അതിലേക്ക് കമ്പയർ ചെയ്ത് നിങ്ങൾ നോക്കി നോക്കൂ. അങ്ങനെ ഓരോ കുട്ടികൾ നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. നല്ല കമൻറ്റുകൾ അവരോട് പറയുക, നല്ല രീതിയിൽ പെരുമാറുക. അവർ പ്രായത്തിനനുസരിച്ച് പെരുമാറാൻ നമുക്ക് പഠിക്കണം. പലപ്പോഴും മാതാപിതാക്കളൊക്കെ പലരെയും കണ്ടിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ ഒരുപാട് കുട്ടികളുണ്ട്, വെറുതെ പറയല്ല, ഒരുപാട് കുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും പറഞ്ഞാൽ ഓൻ നമ്മളോടൊന്നും പറയില്ല, ഓരോ ചങ്ങായിമാരാണ്. അതേ ഒരു പ്രായത്തിൽ എങ്ങനെയാണ് അവൻ ചങ്ങായിമാർ കേൾക്കും. നമ്മൾ ചെറുപ്പത്തിലെ നല്ലത് നമ്മൾ കേൾക്കാനും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും മനസ്സ് വെക്കാനും നല്ല കമൻറ്റുകൾ പറയാമെങ്കിൽ പിന്നീട് ചങ്ങായിമാർ പോകും. നമ്മൾ മനുഷ്യൻ്റെ പ്രകൃതി അതാ. കമലാ സൂര്യ എഴുതിയിട്ടുണ്ട്. കമലാ സൂര്യ എന്ന എൻ്റെ ഓർമ്മ. അവർ എഴുതിയിട്ടുണ്ട് എന്താ, മനുഷ്യർ നായ്ക്കളെ പോലെയാണ്. സ്നേഹം എവിടെ കിട്ടുന്നു അവിടെ പോകും, എവിടെ പരിഗണന കിട്ടുന്നു അവിടെ പോകും നമ്മൾ. എന്തുകൊണ്ടാണ്? കൂട്ടുകാരോടൊന്നും പറഞ്ഞാൽ നമ്മൾ കുറവായില്ല. കൂട്ടുകാരനോട് പറഞ്ഞാൽ നമ്മൾ പിറകോട്ടാവില്ല. വീട്ടിൽ വന്ന് പറഞ്ഞാലോ കളിയാക്കും. ഞാനിപ്പോൾ 2025 ഐഫോൺ വാങ്ങിക്കുന്നു അല്ലെങ്കിൽ കാർ വാങ്ങിക്കുന്ന ഒരു കുട്ടി പറഞ്ഞാൽ നിങ്ങളായിരിക്കും ഒക്കെ പോടാടുന്നു. അങ്ങനെയല്ല. ചില കുട്ടികളെ അവർ സ്റ്റാറ്റസൊക്കെ വെച്ച് കാണുന്നില്ലേ നിങ്ങൾ? വലിയ കമ്പനിൻ്റെ MD ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടാവും ചില കുട്ടികൾ. എന്താ നിൻ്റെ ഉദ്ദേശം? നിങ്ങൾ എന്താകാൻ ആഗ്രഹം ചോദിക്കണം അവരോട്. എന്താണോ ആഗ്രഹം അതിന് വേണ്ടി വളർത്തിയെടുക്കാനുള്ള മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ അവരോട് ചോദിക്കണം, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം? ആഗ്രഹത്തിന് വേണ്ടി ഇങ്ങനെ ആക്കണം. ഒരു IAS കാരനാകുന്ന കുട്ടിയെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അവർ വാങ്ങുന്ന പേന, ഉപയോഗിക്കുന്ന വസ്ത്രം, അവർ അയൺ ചെയ്യുന്ന വസ്ത്രം, ഉപയോഗിക്കുന്ന പേന, അതുപോലെ അവർ ശ്രദ്ധിക്കുന്നുണ്ടാകും. അങ്ങനെയുള്ള ഒരു കുട്ടിയെ പിന്നീട് IAS കാരനോ IPS കാരനോ ആകൂ. അല്ലാതെ സാധാരണ ഒരു കുട്ടി ആവില്ല. എന്തുകൊണ്ടാണ്? ആ ടാലൻ്റ് അവർക്കുണ്ട്. ടീച്ചറാകണമെന്ന് കുട്ടി പറയും. അപ്പം നമ്മൾ പറയണം, ടീച്ചറാണെങ്കിൽ പൊന്നുമോളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. എനിക്ക് ഭാവിയിൽ ടീച്ചറാണെങ്കിൽ നാളോട് എടുത്ത് സംസാരിക്കാൻ പഠിക്കണം, നല്ല കാര്യങ്ങൾ പഠിക്കണം, പറയാൻ പഠിക്കണം, ടീച്ചിങ് പഠിക്കണം, നാലാളും എഴുന്നേറ്റ് ഉറക്കെ സംസാരിക്കാൻ പഠിക്കണം. അത് പറ്റണം. അങ്ങനെയൊക്കെ ആകുമ്പോഴേ എന്ത് പറ്റൂ? ടീച്ചറാകാൻ പറ്റും മോളെ. ടീച്ചറെ നീ കാണുന്നില്ല, എത്ര ആളും മുമ്പിലാണ് പെർഫോമൻസ് ചെയ്യുന്നത്. അങ്ങനെ വളർത്തിയെടുക്കണം. ഓരോ കാര്യങ്ങളും എല്ലാ A to Z ഓരോ വളർച്ചയിലും ആവശ്യമായ ഘട്ടം. ഇപ്പോൾ ഒരു ആൺകുട്ടിയാണെങ്കിൽ ഒരു പെൺകുട്ടിക്ക് മാതാവിനോടാണ് ഏറ്റവും അടുപ്പം. ആ മാതാവ് എന്താക്കണം? ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ മാതാവ് എന്നില്ല ഉയർന്നു നിൽക്കരുത്, ഞാൻ നിൻ്റെ അടുത്തിയാണ് എന്ന രീതിയിലേക്ക് എത്തണം എന്ന് കരുതി എല്ലാം അങ്ങനെയാണോ? അങ്ങനെ വേണം, എന്നാലേ ശരിയാകും. എന്താ ഞാൻ നിൻ്റെ നല്ല ഫ്രണ്ടാണ്, നല്ല ഫ്രണ്ടാണ് മോളെ, ഞാൻ കോത്ത് പിടിച്ച് മോക്ക് എന്താ പറയാനല്ലേ? ഈ പ്രായത്തിൽ നിൻ്റെ വിഷമം എന്താ? നിൻ്റെ ഉമ്മ ഈ പ്രായം കഴിഞ്ഞിട്ട് വന്നു തന്നെ
നിൻ്റെ അനിയത്തി പോലെ വിചാരിച്ചു, നിൻ്റെ കൂട്ടുകാരിയാണ് ഞാൻ, നിൻ്റെ എല്ലാമാണ് ഞാനെന്ന് ആ കുട്ടിക്ക് തോന്നണം. വെറുതെ വായോട് പറഞ്ഞാൽ പോരാ, കുട്ടിക്ക് തോന്നണം നിൻ്റെ എല്ലാമാണ് ഞാനെന്ന് പെൺകുട്ടിക്ക് തോന്നണം മാതാവ്. അപ്പോൾ എല്ലാം പങ്കുവെക്കും. അപ്പോൾ കുട്ടി വഴിവിട്ട ബന്ധത്തേക്ക് പോയില്ല, പിന്നെ എന്താ പറയുക, മറ്റേ കാമുകൻ്റെ അടുത്തേക്ക് പോയില്ല, മതം മാറി ഒളിച്ചോടാൻ പോയില്ല. എന്തുകൊണ്ടാണ്? എല്ലാ കാര്യവും തുറന്ന് പറയാനും സ്നേഹിക്കാനും അവർക്ക് വീട്ടിൽ തന്നെ ആളുണ്ട്, നല്ല കമൻറ്റ് പറയാൻ വീട്ടിലാളുണ്ട്, അച്ഛനമ്മയും നല്ല കമൻറ്റ് പറയുന്നുണ്ട്. പോവില്ല. പോയവരെ വിഷമം അറിയണം നിങ്ങൾക്ക്, ചോദിച്ച് നോക്കണം. പോയവരെ വിഷമം എത്രയാ വിഷമം അവരെ. എന്നിട്ടും പോരാ വിധിയെന്ന് കരുതി സമാധാനിക്കുക, പോട്ടെ. പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ചെയ്യണം. പോവില്ല, ഒരിക്കലും ഒരു കുട്ടി പോവില്ല നല്ല രീതിയിൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ. ഒരു നമ്മൾ ഭക്ഷണം കൊടുക്കുന്നില്ലേ, വസ്ത്രം കൊടുക്കുന്നില്ലേ, പോരാ. ഭക്ഷണം വസ്ത്രം എല്ലാ സൗകര്യങ്ങളും കൊടുത്താൽ മാത്രം പോരാ, നല്ല കെയറിങ് ചെയ്യണം. ഈ അനിയത്തിയെ പോലെ കണ്ട്, ഇടത്തിയെ പോലെ കണ്ട് നല്ല രീതിയിൽ പെരുമാറി, മാതാവും ഇടത്തിയ അനിയത്തിയെ പോലെ നിന്ന് എല്ലാ കാര്യങ്ങളും കേട്ട്. അതേപോലെ ഒരു ആൺകുട്ടിയാണെങ്കിലോ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ സമയത്തിൻ്റെ പരിമിതികളുണ്ട്, ഒരുപാട് പറയാനുണ്ട്, സമയത്തിന് പരിമിതികളുണ്ട്. അപ്പോൾ ഈ ആൺകുട്ടി വളർന്നു വരുമ്പോൾ ഓൻ അത്ര എത്തി ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കണം. ആൺകുട്ടിയാണ്, നീ ആ വീട് നോക്കണ്ടേ, നീ ആ പാൽ മേടിക്കാൻ പോകണ്ടേ, അപ്പോൾ മോനെ പാലെല്ലാം വാങ്ങിക്കോ, സാധനം വീട്ടിൽ ആവശ്യമില്ല സാധനം നീ വാങ്ങിക്കോ. ഒരു പ്രായം കഴിഞ്ഞ് ആ കുട്ടി പിന്നീട് വീട്ടിലെന്ത് വേണ്ടെന്ന് എനിക്കറിയും. വീട്ടിൽ ചില കുട്ടികളെ എനിക്കറിയാം, ഒരുപാട് വലുതായി, ഒരു മീൻ വരെ വാങ്ങാൻ പോകാൻ കഴിയില്ല. അയൽപക്കത്ത് ഞാൻ വേണം അവർക്ക് മീൻ വാങ്ങാൻ പോകാൻ. അവർക്ക് 3 ആൺകുട്ടികളാണ്. എന്നിട്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? നിങ്ങൾ ചെറുപ്പത്തിൽ ശീലിപ്പിച്ചില്ല. അയക്കണം. നിനക്ക് 100 രൂപ കിട്ടി, പൊന്നുമോനെ എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി ചോദിക്കണം. കിട്ടി, വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് വാ, എൻ്റെ അനിയത്തിക്ക് മുട്ടായി വാങ്ങിച്ചുകൊണ്ട് കൊടുക്ക്, അങ്ങനെ ആക്കും മോനെ, പൊന്നുമോനെ, ഇങ്ങനെ മോനെ. ചില ആളുകൾക്ക് എൻ്റെ കുറച്ച് വലുതായി, ഓനെ ഞാനെങ്ങനെ മോനെ വിളിക്കൽ, ഓനെങ്ങനെ പൊന്നെ വിളിക്കൽ, ഓനെങ്ങനെ മുത്ത പറ്റണം നിങ്ങൾക്ക് വിളിക്കാൻ. നിങ്ങളുടെ മകളാണ്, നിങ്ങളുടെ മകനാ, എത്ര വലുതായാലും അവർ ചെറുതാണ്. അവർ ഉമ്മ എന്ന് വിളിക്കുന്ന, മോനെ എന്ന് വിളിക്കാൻ നമ്മൾ കൊതിക്കാറില്ലേ? അപ്പോൾ നമ്മളെ മക്കൾ കൊതിക്കും മോനെ എന്ന് വിളിക്കാൻ. പൊന്നുമോനെ ഉമ്മ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വിളിച്ച് എത്ര കാലമായി. എന്തെങ്കിലും നല്ല കമൻറ്റ് പറയുന്നെങ്കിൽ നല്ലൊരു വാക്ക് കേൾക്കണം, എന്തെങ്കിലും സമ്മാനം അങ്ങോട്ട് കൊടുക്കേണ്ടി വരുമെന്ന് മക്കൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ എന്നാലേ ഇങ്ങോട്ട് കിട്ടുന്നു ആ അവസ്ഥയിലായില്ലേ. മറിച്ച് ഒരു ആൺകുട്ടിയെ നിങ്ങൾ ചെറുപ്പത്തിൽ അവരുടെ അരിയിലേക്ക് വളർത്തിയെടുക്കാൻ ശ്രമിക്കണം, പെൺകുട്ടി ആ രീതിയിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. നമ്മൾ ആൺകുട്ടിയെ നമ്മളുടെ ഈക്വലായി ചിന്തിച്ചുകൊണ്ട് നിർത്തിക്കൊണ്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എന്ത് നീയാ എടുത്ത ആൾ, നീയാ കുടുംബത്തിൻ്റെ ആൾ, പല സമയം കഴിഞ്ഞു, അപ്പോൾ ഞാനധികം പറയാനുണ്ട്, നമ്മളെ സമയം കഴിയാനായി. അതേപോലെ നല്ല രീതിയിൽ നല്ല ഉപദേശങ്ങൾ നൽകി നല്ല കുട്ടിയെ വളർത്തിയെടുത്താൽ ആ ഒരു നല്ല സമൂഹം വളർന്നു വരും ഇവിടെ. അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിലും ഓരോ കുടുംബത്തിലും നല്ല കുട്ടികളുണ്ടാകും, നല്ല എഡ്യൂക്കേഷൻ, നല്ല അറിവുകൾ അവർക്ക് നൽകി. നമ്മൾ നല്ല അറിവുകൾ സ്വീകരിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് നല്ല വാങ്ങിൽ പെരുമാറി നല്ല രീതിയിൽ വളർത്തിയെടുത്ത് കുട്ടികളെ നല്ലൊരു ഭാവിക്ക് വേണ്ടി ആ കുട്ടികളെ വളർത്തിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക.